ഈ റോബോട്ടിക്സ് പരിശീലനത്തിലേക്ക് പുള്ളി UP സ്കൂൾ സെലക്ട് ചെയ്തു എന്ന് അറിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. ഈ റോബോട്ടിക്സ് പ്രോജക്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ കുട്ടികൾ വന്ന് പേര് തന്നു, ഞങ്ങളെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. ഏറ്റവും ആപ്റ്റായിട്ടുള്ള കുട്ടികൾ മാത്രമാണ് സെലക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞ് ഇതിലേക്ക് വന്നിട്ടുള്ളത്. അവർ ഏറ്റവും താല്പര്യത്തിലാണ് ഇതിൽ പങ്കെടുക്കുന്നത് എന്നുള്ള, എന്നും ചോദിക്കുന്ന ആളുണ്ടോ, നാളെ ക്ലാസ് ഉണ്ടോ എന്നുള്ളത്. അത് തന്നെ അവരെ ഒരു താല്പര്യത്തിൻ്റെ ഭാഗമാണ്. പിന്നെ പരീക്ഷയ്ക്കായ സമയത്ത് രക്ഷിതാക്കൾ പറഞ്ഞ ഒരു മറുപടി എന്ന് പറയുന്നത് ഇവർ റോബോട്ടിക്സാണ് കൂടുതൽ നോക്കുന്നത്. അപ്പോൾ അത്രയും താല്പര്യമാണ്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കുട്ടികൾക്ക് അത്രയും താല്പര്യമുള്ള മേഖലയാണ് റോബോട്ടിക്സ് എന്നുള്ളതാണ്. ഫസ്റ്റൊക്കെ ക്ലാസ് പെരും ചടപ്പേനി, കളിയൊക്കെ മിസ്സായി, അങ്ങനെ കുറേ ചടപ്പുണ്ടേനി. ലാസ്റ്റ് വീക്ക് എത്തിയപ്പോഴാണ് ഇതിൻ്റെ രസമൊക്കെ മനസ്സിലായത്. പിന്നെ അത് കഴിയണമെന്ന് തോന്നണില്ല. കുട്ടികൾ അത്യാവശ്യം നല്ല രീതിയിൽ കാലിബറുള്ള കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ ചെന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അവർ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കേണ്ട, അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യേണ്ട കുട്ടികളാണ്. അവർ നമുക്ക് ജസ്റ്റ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടു. അവർ എന്ത് കാര്യം ഉണ്ടെങ്കിലും വീട്ടിൽ നിന്ന് ആയാലും ചെയ്തു തരാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു തരാം. ചെറിയ പ്രൊജക്റ്റ് ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ സാറേ ചെറുതല്ലേ, നമുക്കൊണ്ട് കുറച്ചൊരു വലുത് ചെയ്യാൻ പറ്റില്ലേ. എപ്പോഴും നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ള പ്രൊജക്ട് എടുക്കാനാണ് അവർ നോക്കിയിട്ടുള്ളത്. കാരണം വലിയ പ്രൊജക്ട് എടുക്കേണ്ടതോടുകൂടി അവർക്ക് വലിയൊരു അച്ചീവ്മെന്റ് കരസ്ഥമാക്കാന്നുള്ള ഒരു മൈൻഡ് കുട്ടികളാണ്. കഴിഞ്ഞ ദിവസം സ്കൂളിൽ ഒരു ശാസ്ത്രമേള നടന്നപ്പോൾ റോബോട്ടിക്സിലെ കുട്ടികൾ അവരുടെ ആ കഴിവുകൾ പ്രകടിപ്പിക്കുന്നത് കണ്ട് വളരെ അത്ഭുതം ഉണ്ടാവുകയാണ് ചെയ്തത്. കാരണം അവർക്ക് കിട്ടിയ ക്ലാസ്സുകൾ അത്രത്തോളം ഫലപ്രദമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുട്ടികൾക്ക് ഇതൊക്കെ സാധിക്കും, അവർ മനസ്സ് വെച്ചാൽ, അല്ലെങ്കിൽ അവർക്ക് വേണ്ട പരിശീലനം കിട്ടിക്കഴിഞ്ഞാൽ അവർക്കിത് സാധിക്കും എന്നുള്ളതിനൊരു തെളിവായിരുന്നു ആ സ്കൂൾ ശാസ്ത്രമേള. അപ്പോൾ ഈ കുട്ടികൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഞാൻ ദൂരെ നിന്ന് മാറി നിന്ന് നോക്കിക്കൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നുകയാണ്. കാരണം ഞങ്ങളുടെ ഇവിടുത്തെ എല്ലാ അധ്യാപകരും നന്നായിട്ട് അവർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നല്ല നിലയിൽ എത്തട്ടെ. കുട്ടികളുടെ കോൺഫിഡൻസ് ലെവല് കൂടിയിട്ടുണ്ട്. കാരണം ഈ കുട്ടികൾക്ക് അവരെന്തോ ഒരു കുറച്ച് കാര്യങ്ങൾ ചെയ്തു, അങ്ങനെ അവർക്ക് എന്തോ ഇനി ചെയ്യാൻ സാധിക്കും എന്നൊക്കെ ഉള്ളൊരു കോൺഫിഡൻസ് ടീം വർക്കിലൂടെ അവർക്ക് വന്നിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. ഇത് ഈ ഒരു റോബോട്ടിക്സ് ട്രെയിനിങ് എന്ന് പറയുന്നത് വളരെ മികച്ച ഒരു പദ്ധതി തന്നെയാണ്. ഇതൊക്കെ നമ്മളുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് കൂടി വരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു സബ് ജില്ലയിലെ ഒരു സ്കൂളിൽ, ജില്ലയിലെ 6 സ്കൂളിൽ മാത്രം ഒതുങ്ങരുത്. എല്ലാ കുട്ടികൾക്കും ഇതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.